ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് ഫാമിലി. അപ്പോൾ എന്താ കൂട്ടുകാരുടെയൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞങ്ങൾ ഫാമിലിയിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മളെ കാശിക്കുട്ടനെ കൂട്ടിയിട്ട് വരാൻ പോവാണ് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും ഞാനും അനിയനും അനിയൻ്റെ ഫാമിലിയൊക്കെ പോകണ്ടേ. അപ്പോൾ ഞങ്ങൾ 10:30 മുന്നേ കാശിക്കുട്ടനെ കൊണ്ട് വീട്ടിലെത്തണം. അപ്പോൾ അതിന് വേണ്ടി നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. ഇപ്പോൾ ഇതാ നല്ല തണുപ്പല്ലേ രാവിലെ. ഇപ്പോൾ അതുകൊണ്ട് അനിയനും അനിയൻ്റെ ചെറിയ മോളും കൂടി വെയിലുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കളിയാക്കിയായിരുന്നു. ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ആൾക്കാർ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ അവൻ അവിടെ എണീറ്റ് പോയേ. അപ്പോൾ നമ്മുടെ കാശിക്കുട്ടൻ ഇതാ സുന്ദരനായി, നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരനായി, കണ്ണും പിരികൊക്കെ എഴുതി നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അവരെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് ഫുഡ് കഴിക്കാമായിരുന്നു. അപ്പോൾ പൊറോട്ടയും നൂൽപുട്ടും വെള്ളയപ്പവും ചിക്കൻ കറിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു പൊറോട്ട കഴിച്ചേ, 2 നൂൽപുട്ടല്ല പത്തിരിയും കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോരണമല്ലോ. നേരത്തെ 10:30 മുന്നേ നമുക്ക് വീട്ടിൽ കയറണം. അപ്പോൾ ഞാൻ അനിയൻ്റെ അങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അവൻ നല്ല എന്താ പറയുക മസിൽ പവറൊക്കെ കാണിച്ച് ഇങ്ങനെ തരും എനിക്ക്. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നു കുഞ്ഞിനെ. അപ്പോൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ അടുത്തേക്ക് ചാടിയിട്ട് ഭയങ്കര കാര്യമാണ്. അവൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കിടന്ന് മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഒച്ചയും വിളി ഉണ്ടാക്കും അവൻ. അപ്പോൾ അങ്ങനെ അവനെടുത്ത് അവിടെ നിന്ന് പിന്നെ ഞാൻ തന്നെ വാങ്ങിയിട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ വന്ന് അപ്പോൾ ഫോണിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് ആൾ. വലിയ ഇൻട്രസ്റ്റിൽ നോക്കുന്നുണ്ട്. തിരിക്കാൻ പറഞ്ഞിട്ട് തിരിയുന്നില്ല, ഒരു ഭാഗത്തേക്ക് തന്നെ തലയും വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കാശിക്കുട്ടനെ 90 കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ നിലമ്പൂർ പാട്ടുത്സവമല്ലേ, അപ്പോൾ അമ്പലത്തിൽ അത് കൊടിയിറങ്ങി കഴിയാതെ നമ്മൾ ആ ഏരിയയിൽ വിട്ടിട്ട് ആരും പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ 2 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്, കാശിക്കുട്ടനെ കൊണ്ടുവരാൻ പോണത്. അപ്പോൾ ഞാനിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഓരോന്ന് പറയണതിനനുസരിച്ച് അവൻ ചിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ ആക്ഷനിലൂടെ എന്നോട് പറയാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് ആൾ. ചില സമയത്ത് നമ്മൾ എന്തെന്നെ കാണിച്ചാലും മുഖത്തേക്ക് നോക്കില്ല, ചില സമയത്ത് അതിന് വേണ്ടി മുഖത്തേക്ക് നോക്കി അവൻ്റെതായ ഭാഷയിൽ എന്തൊക്കെയോ പറയും. നമ്മൾ പറയാനൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പാലിങ്ങനെ കുടിക്കുമ്പോൾ കുഴപ്പമില്ല, അല്ലാത്തപ്പോൾ ചെറിയ ചിണുങ്ങലൊക്കെ ഉണ്ട്. എന്നാലും വലിയ വയലൻ്റ് അല്ല കേട്ടോ, ആൾ സൈലൻ്റാണ്. അപ്പോൾ അതാ അവൻ്റെ വലിയ മാനിയൻ്റെ ഭാര്യ അവളെ എടുത്തിട്ട് അങ്ങനെ കളിപ്പിക്കുക. അപ്പോൾ എന്തോ ഒരു ചിരിക്കുന്നതൊക്കെ. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് ആളിരിക്കണത്. അപ്പൻ്റെ വീട്ടിൽ പോകണ സന്തോഷമായിരിക്കും. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിരുന്നു നമ്മളെ വീട്ടിൽ അച്ഛനും അമ്മേൻ്റെ അമ്മയ്ക്ക് അച്ഛനൊക്കെ അനിയത്തിക്കൊക്കെ. അപ്പോൾ അതൊക്കെ കൊടുത്ത് പോകാനുള്ള ഒരുക്കമാണ്. എല്ലാവർക്കും ഡ്രസ്സൊക്കെ അവളെ കൊണ്ട് തന്നെ കൊടുപ്പിച്ചു. അമ്മേൻ്റെ അച്ഛനാണത്. പിന്നെ എന്താ പറയുക, അവരത്രയും കാര്യത്തിൽ അവരെ നോക്കുന്നത് ഈ അച്ഛനാണ് കേട്ടോ. അവളച്ഛനും ഉണ്ട്, പക്ഷെ എന്നാലും കൂടി അമ്മേൻ്റെ അച്ഛന് അത്രയും ഇഷ്ടം. അത് അമ്മേൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മമ്മയും അമ്മച്ചനും അത്രയും ജീവനാണ് അവർക്ക് മക്കളെ. അപ്പോൾ അവരെല്ലാം അങ്ങനെ നോക്കിക്കൊണ്ട് നടക്കണം. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഡ്രസ്സ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് എടുത്തിട്ട് അവളെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുകയാണ്. നമ്മളെ കൂട്ടിയിട്ട് വരുമ്പോൾ അങ്ങനെ ഡ്രസ്സ് വീട്ടിലുണ്ടായിരുന്നവർക്ക് ഒന്ന് അവരെ നോക്കി അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങ് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. ഈ കൂട്ടുകാരുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ അവളെ അമ്മേൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ കാശിക്കുട്ടനെ അമ്മ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മേൻ്റെ കയ്യിൽ നിന്ന് അച്ഛമ്മ കുഞ്ഞിനെ വാങ്ങി. ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകല്ലേ. അപ്പോൾ അവനൊന്ന് കരഞ്ഞു കേട്ടോ. അമ്മമ്മേൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോൾ ആളൊന്ന് കരഞ്ഞു. ചിലപ്പോൾ എത്ര ദിവസം വീട്ടിൽ നിന്നിട്ട് ആ പോകുന്ന സങ്കടമായിരിക്കും. കുഞ്ഞാണേലും അവനും മനസ്സിലാവുന്നുണ്ടായിരിക്കും. എന്തായാലും അമ്മ മോനൊക്കെ വാങ്ങി നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ അച്ചൂട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ അച്ചൂട്ടനെ വെയിറ്റ് ചെയ്ത് നിന്നതാണ് ഇത്ര നേരം. അപ്പോൾ പിന്നെ അവൻ പറഞ്ഞു നിങ്ങൾ വന്നോളൂ, ഞാൻ വന്നോളാമെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞപ്പോൾ ശരിയെന്നും പറഞ്ഞു നമ്മൾ പോവാണ്. അപ്പോൾ അമ്മ തന്നെയാണ് കുഞ്ഞിനെ എടുത്തിട്ടുള്ളത്. കുഞ്ഞിനെ എടുത്തിട്ട് അമ്മ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അവളും വരുന്നുണ്ട്. അപ്പോൾ ഞാനും അച്ഛനും മുന്നിൽ വീട്ടിലേക്ക് പോകാൻ, ഇവർ വരുമ്പോഴത്തെ നമ്മളവിടെ അവരെ സ്വീകരിക്കാനുള്ള ഇതൊക്കെ അവിടെ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളിതിന് മുന്നേ വളകാപ്പ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആദ്യം ഒരു ചാനലുണ്ടായിരുന്നു മീ ആൻഡ് മൈ ഫാമിലി എന്ന് പറഞ്ഞിട്ട്. ആ ചാനലിൽ ഇതുപോലെ വളകാപ്പും പ്രസവക്കൂട്ടലിൻ്റെതും എല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ കാരണവശാൽ എനിക്ക് ആ ചാനൽ മിസ്സായിപ്പോയി. അത്യാവശ്യം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയി വരുന്നുണ്ടായിരുന്നു, എന്നാലും ആ ചാനൽ മിസ്സായി. ഞാൻ റിക്കവർ ചെയ്തെടുക്കാനൊക്കെ നോക്കി, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും ഇത് കാണുന്ന പുതിയ കൂട്ടുകാരും ഒക്കെ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത് മാത്രം പോരാ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ അവരൊക്കെ കയറുന്നുണ്ട്. ഞാനും അച്ഛനും ബൈക്കിൽ ഞങ്ങൾ മുന്നിൽ പോവാം, ഞങ്ങൾ പുറകെ വന്നോളിന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. കാരണം 10:30 മുന്നേ നമുക്ക് കാശിക്കുട്ടനെയും കൊണ്ട് അവിടെ കയറണം. അപ്പോൾ അങ്ങനെ ഓടിപ്പിടിച്ച്, കാരണം നിലമ്പൂർ ഇപ്പോൾ
കുറച്ച് ബ്ലോക്ക് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിലമ്പൂരല്ല, ചന്തക്കുന്നാണ് നല്ല ബ്ലോക്ക്. അപ്പോൾ എന്തായാലും സമയത്തിന് മുന്നത്തെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ തമിഴ്നാട് സ്റ്റൈലിൽ വളകാപ്പൊക്കെ നടത്തിയിട്ടായിരുന്നു അവളെ വിട്ടിരുന്നത്. അപ്പോൾ ശരി, നമുക്ക് നമ്മളതായ രീതിയിലൊന്ന് ആരതി കുഴിഞ്ഞിട്ട് സ്വീകരിക്കാമെന്നും പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ അവിടെ അവർ ആരതി ഒഴിയാൻ ചെയ്യുന്ന പോലെ ആ ഒരു ഇതൊക്കെ കലക്കി അതിൽ വെറ്റില വെച്ച് അതിൽ കർപ്പൂരം വെച്ചിട്ട് അവിടുത്തെ തമിഴ്നാട് രീതിയിൽ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ ഒക്കെ റെഡിയാക്കിയിരുന്നു കേട്ടോ. അങ്ങനെ അമ്മേനെയും കുഞ്ഞിനെയും ആരതിയൊക്കെ ഒഴിഞ്ഞ് ഒക്കെ പൊട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ അകത്തേക്ക് അപ്പോൾ അമ്മേനോട് കുഞ്ഞിനെ എടുത്ത് പോകാൻ അവളെ കൂട്ടിയിട്ട് അകത്ത് കയറാൻ പറഞ്ഞു. നമ്മളിത് പുറത്ത് കൊണ്ടുപോയിട്ട് വെച്ചാൽ വീടിൻ്റെ പുറത്ത് കൊണ്ടുപോയിട്ട് കളയണം, ആരതി എടുത്തിട്ടുള്ള ആ ഒരു തട്ടിലുള്ള ആ ഒരു ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി അമ്മ കുഞ്ഞിനെയും അവളെയും കൂട്ടിയിട്ട് അകത്ത് കയറിയിട്ട്, അപ്പോൾ നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ 10:30 മുന്നേ ആയിട്ടാണ് നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് അമ്മയും അവളും അകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ വീടിൻ്റെ ഉള്ളിലെത്തി നമ്മൾ നേരെ പൂജാമുറീൻ്റെ അവിടെ നമ്മൾ ചെറിയൊരു ഇതുപോലെ വെച്ച് അതിലാണ് നമ്മൾ വിളക്കൊക്കെ കത്തിക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ ഒരു ഷേപ്പിലുള്ള ഒരു ഇത് അതിലാണ് വിളക്കുന്നത്. അപ്പോൾ അവിടെ വിളക്ക് കത്തിച്ച് വെച്ചിരുന്നു. അപ്പോൾ അവിടെ കുഞ്ഞിനെ അവിടുത്തെ നമ്മളെ വീട്ടിലുള്ള ദൈവങ്ങൾക്ക് കാണിച്ചു കൊടുക്കണ്ടേ, നമ്മളെ വീട്ടിൽ ആദ്യമായിട്ട് കുഞ്ഞുമാവ് വന്നപ്പോൾ അവരെ കൊണ്ടുപോയി അമ്മേനെയും മോനെയും അവിടെ നിർത്തി അമ്മ തൊഴുത് ഒക്കെ ഇതാക്കി. അപ്പോൾ ഇനി അങ്ങനെ നമ്മൾ ഇന്നലെ അലങ്കോലപ്പണി ചെയ്ത് വെച്ച റൂമിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ് കേട്ടോ. അവർക്ക് ഇത് അറിയില്ല, ഒരു സർപ്രൈസായിട്ട് നമ്മൾ ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ റിബൺ കട്ട് ചെയ്ത് ഉദ്ഘാടിച്ചു എന്ന് പറഞ്ഞ പോലെ റിബണൊക്കെ അഴിച്ച് അവളും കുഞ്ഞിനെ അകത്ത് കയറി ലൈറ്റൊക്കെ ഇട്ട് എല്ലാം കണ്ടപ്പോൾ അവരാകെ എല്ലാവരും അമ്മയും അച്ഛനൊക്കെ ആകെ വണ്ടറടിച്ചു പോയി. കാരണം അത്രയ്ക്ക് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നത്. നല്ല രസമുണ്ട് എല്ലാവരും പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് കാശിക്കുട്ടനെ അപ്പൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവരുടെ റൂമിൽ ബെഡിൽ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾ നല്ല വിശാലമായിട്ട് കൈയൊക്കെ വിരിച്ച് വെച്ച് കിടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് അവളെ അമ്മേൻ്റെ അച്ഛനാണ്, അതായത് അനുശ്രീൻ്റെ അച്ഛനാണ് കേട്ടോ, അവൻ്റെ അമ്മച്ചനാണ്. അപ്പോൾ പറയാം, ഇനി എൻ്റെ വീട്ടിലെത്തി ഇവിടെ നിന്നോ, ഞങ്ങൾ പോകും എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനോട് ഓരോന്ന് പറയായിരുന്നു. അപ്പോഴത്തേനും ഇതാ നമ്മൾ ആമയും തുമ്പിയും അടുത്ത് ഓടി എത്തിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് രണ്ടാൾക്കും ഇത് തന്നെ പണി, എപ്പോഴും അവനെ കളിപ്പിക്കുന്ന പണിയാണ്. കാരണം ഒരു കുഞ്ഞിച്ചെറുക്കൻ ഉണ്ടായതല്ലേ, അത്രയും ആവേശത്തിലാണ്. തുമ്പിയാണെങ്കിൽ ഏറ്റവും ചെറിയ കുട്ടിയെ നമ്മളെ വീട്ടിൽ, അവളെ ചേച്ചിന്ന് വിളിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പോൾ അവളെ ചേച്ചിന്ന് വിളിക്കാൻ ആളായില്ലേ. അപ്പോൾ ആ ഒരു സന്തോഷത്തിലൊക്കെയാണ് നമ്മളെ തുമ്പിക്കുട്ടി കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ജാളിയായിട്ട് കിടന്ന് കളിക്കുന്നുണ്ട്, കരച്ചിലൊന്നുമില്ല, അങ്ങനെ നോക്കുന്നുണ്ട് ഫോൺ കാണുമ്പോൾ കേട്ടോ. കച്ചറൊന്നുമില്ല, വലിയ അലമ്പൊന്നുമില്ല. ഇടയ്ക്ക് നമുക്ക് വിശക്കുമ്പോൾ ഇച്ചിരി പാല് കുടിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളെ കാശിക്കുട്ടൻ അപ്പൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അനിയൻ ഇവിടെ ഇല്ല, അനിയന് വിദേശത്താണ്. അപ്പോൾ അവന് കണ്ടിട്ടില്ല, ഇനിയിപ്പോൾ അവൻ വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ച് റൂമിൽ ഇതാക്കി. അപ്പോൾ എല്ലാവരും ഉണ്ട്, അച്ചൂട്ടനും പൊന്നും ഉണ്ണിയും എല്ലാവരും ഉണ്ട്, വേദുട്ടനും ഉണ്ട്. എല്ലാവരും കൂടെ ഇങ്ങനെ കളിപ്പിക്കുകയാണ് അവനെ. ചേച്ചിമാർ അപ്പുറവും ഇപ്പുറവും കിടന്ന് കൈകൊട്ടിയൊക്കെ കളിപ്പിക്കുന്നുണ്ട്. എന്തായാലും നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭംഗിയിൽ തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയിട്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഫോൺ ഓണാക്കിയിട്ട് വീഡിയോ എടുക്കുമായിരുന്നു. ഇത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവൾ ആകെ കൂടെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന മാതിരി. അപ്പോൾ പറയണ്ടേ വീഡിയോ എടുക്കുന്നത്, ഞാനാകെ ഇതായി പോയി എന്നൊക്കെ പറഞ്ഞാൽ അവൾ ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശരിയെന്ന് പറഞ്ഞപ്പോൾ അനുശ്രീനെയും കൂടെ വിളിച്ചൊക്കെ നിർത്തി വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ അങ്ങനെ മാനു വിളിച്ചതാണ് കേട്ടോ, മോനപ്പൻ വിളിച്ചതാണ്. അപ്പോൾ അപ്പൻ്റെ ഫോണിൽ കണ്ടിട്ട് അവൻ ആകെ അന്തം വിട്ട് നോക്കുക, ഭയങ്കര കാര്യമാണ്. അവൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് അവൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു ആക്ഷനും സൗണ്ടൊക്കെ ഉണ്ടാക്കും. കാരണം ജനിച്ചിട്ട് ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല, അവൻ എത്താൻ പറ്റിയിട്ടില്ല. പ്രസവ സമയത്ത് വരുമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അവൻ വരാൻ പറ്റിയിട്ടില്ല, അവൻ എത്തിയിട്ടില്ല. അപ്പോൾ ഇനി കൂട്ടിക്കൊണ്ടുവരാനാകുമ്പോഴും വരുന്നതിന് അപ്പോഴും വന്നില്ല. ഇനിയിപ്പോൾ വരും അടുത്ത മാസം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവനെ ഫോണിൽ കണ്ട് അവൻ വർത്തമാനം പറയുമ്പോൾ ഇവൻ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട്. അവൻ പറയുന്നതിന് എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുന്നു, എന്തൊക്കെയോ പറയുന്നുണ്ട്, അവൻ്റെതായ ഭാഷയിൽ എന്തൊക്കെയോ സൗണ്ട് ഉണ്ടാക്കണമെന്നുണ്ട്. പക്ഷെ നമുക്കതൊന്നും മനസ്സിലാവില്ല. കുട്ടി അപ്പനോട് നല്ല രീതിയിൽ വർത്തമാനമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കാശിക്കുട്ടൻ ഞങ്ങളെ കുട്ടിക്കുറുമ്പ ഞങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് പ്രത്യേകം ഒന്നുകൂടി പറയണത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പഴയ കൂട്ടുകാരും പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.